I'm very glad to invite you to the ELP of Comrade Media. ELP, everybody knows, English Learning Program. During the last two episodes, we were discussing figures of speech, and already we have done in a roundabout way, not all details, simile, metaphor, personification and a rhyme. Rhyme, something yet to be said. What is rhyme? The ending sound of each line gives similar sound. So it has so many varieties. We have already seen woods are lovely, dark and deep, but I have promises to keep, deeper keep. This is rhyme. And next, that I already explained. And miles to go before I sleep, and miles to go before I sleep. See, these ending words, how can you write in the answer sheet? A, deep, keep, sleep, sleep. All lines A. This is the rhyme scheme. Always it is not so. For that, today I will give you another 4 lines of a famous poem. It's a narrative poem dealing with a very good love story. Strangely enough, this narrative, this story, this poem itself is a very interesting story. It comes in a very famous novel by the 18th century famous novelist Oliver Goldsmith. His life period being 1728 to 1774. The novel is The Vicar of Wakefield. What is Vicar? V-I-C-A-R. The Vicar of Wakefield. V-I-C-A-R. Vicar means priest. From that, we got the Malayalam term Vikariyachan, the Vicar, Vicarage. The residence of Vicar is Vicarage. Vikariyachan. Of Wakefield is a place name. Wakefield is Vikariyachan. This is the novel, very famous novel. I am reminding you this in addition to give the literary piece for cultivating the reading habit. You are requested to take the novel and read. You must get the relish of reading. The Vicar of Wakefield. Wakefield is a place like our Whitefield of Bangalore. This Wakefield. Wakefield is a place. In this novel, this poem is titled Edwin and Angelina, lovers like Romeo and Juliet. Edwin and Angelina is the title of the poem. If it is taken out separately for studying, a title must be given. In the middle part, there is a description about friendship. It may not always be true. ഈ കവികളെല്ലാം എങ്ങനെയാണെന്നറിയാമോ? അവർ പറയുന്ന എല്ലാം സത്യമായിരിക്കണമെന്നില്ല. ഒരു സൈഡ് നോക്കുമ്പോൾ സത്യം, പാരഡോക്സാണ്. എല്ലാ ഫ്രണ്ട്ഷിപ്പും അങ്ങനെ ആവണമെന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. എഴുത്തുകാരുടെ ആ പെർവേർട്ടഡ് തിങ്കിങ്. പെർവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ തരത്തിൽ ചിന്തിക്കും. ചിലത് ട്രൂ ആകാം, ചിലത് ഒരു വിധത്തിൽ ട്രൂ, മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ ഫാൾസ് ആകാം. എന്തായാലും ശരി, അത് ഇമാജിനേഷൻ എന്നൊരു ലൈസൻസ്, പോയറ്റിക് ലൈസൻസ് എന്ന് പറയും. ആ ഇമാജിനേഷന് വേണ്ടി ഒരു ലൈസൻസ് അവർക്ക് ഓൾറെഡി ഗിവണാണ്. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഷേക്സ്പിയർ തന്നെ ഒരിക്കൽ പറഞ്ഞു, പോയറ്റ്, ലുണാറ്റിക് ആൻഡ് ലവർ ആർ എലൈക്ക് എന്നൊരു പ്ലേയിൽ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിൽ പറയുന്നുണ്ട്. കവിയും കാമുകനും, ലുണാറ്റിക് മീൻസ് മാഡ്മാൻ, കവിയും കാമുകനും ഭ്രാന്തനും ഒരുപോലെ. അവരെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്നറിയാം നമുക്ക്. പക്ഷേ അതിനകത്തു നിന്നുള്ള ഒരു എഡ്വിൻ ആൻഡ് ഏഞ്ചലീനയിൽ ഒരു 4 വരെ ഞാനിവിടെ പറയാം. വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് ബട്ട് എ നെയിം? ഫസ്റ്റ് ലൈൻ. വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് ബട്ട് എ നെയിം? ഒരു ഡിസപ്പോയിൻറ്റഡ് മൈൻഡിൽ നിന്നും ഉണ്ടാകുന്നതാണ്.
അതുകൊണ്ട് പറഞ്ഞു പോകുന്ന ചില കോണ്ടെക്സ്റ്റ് നമ്മളെ കൊണ്ട് പലതും പറയിപ്പിക്കും. അപ്പോൾ വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ്? എന്താ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? ബട്ട് എ നെയിം. ആ ബട്ടിൻ്റെ മീനിങ് രണ്ടായിട്ട് കൊടുക്കാൻ ഞാൻ. വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് എക്സെപ്റ്റ് എ നെയിം? ഒരു പേരല്ലാതെ എന്താ ഈ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് ബട്ട് എ നെയിം? ബട്ടിന് ഞാൻ മറ്റൊരു മീനിങ് കൊടുക്കുന്നു, ഓൺലി എന്ന് കൊടുക്കാം. വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ്? ഓൺലി എ നെയിം. അപ്പോൾ ഫസ്റ്റ് ലൈൻ എക്സ്പ്ലെയിൻഡ്. വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് ബട്ട് എ നെയിം? രണ്ട് മീനിങ്. വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ്? ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. കവി എഴുതുന്നതിന് അതിൻ്റെ എല്ലാ പോസിബിൾ എക്സ്പ്ലനേഷനും കൊടുക്കുമ്പോൾ അത് എക്സ്പ്ലനേഷൻ അല്ല ഇൻ്റർപ്രിട്ടേഷനായി. മലയാളത്തിൽ പറയുമ്പോൾ വിശദീകരണം അല്ല, വ്യാഖ്യാനമാണ്. അപ്പോൾ വ്യാഖ്യാനിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് എക്സെപ്റ്റ് എ നെയിം? ഒരു നിരാശ കാമുകൻ പറയും ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ലവിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഈ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? വെറും പേരല്ലാതെ വേറെ എന്തുവാ? ഇത് ഫസ്റ്റ് ലൈൻ. സെക്കൻഡ്, എ ഷെയ്ഡ് ദറ്റ് ഫോളോസ് വെൽത്ത് ആൻഡ് ഫെയിം. നെയിം ഫെയിം ആയി. എ ഷെയ്ഡാണ്, ഒരു നിഴലാണ്, നമ്മളെ പിന്തുടരും. ഏതിനെയൊക്കെയാണ് പിന്തുടരുന്നത്? വെൽത്ത് ആൻഡ് ഫെയിം. സ്വത്തിനെയും സമ്പത്തിനെയും കീർത്തിയും പിന്തുടരുന്ന നിഴലാണ് ഫ്രണ്ട്ഷിപ്പ്. സമ്പത്തുള്ളവൻ്റെയും പ്രശസ്തി ഉള്ളവൻ്റെയും കൂടെ എപ്പോഴും ഫ്രണ്ട്സ് കാണും, പാവപ്പെട്ടവനോട് കാണത്തില്ല. കണ്ണീരൊഴുക്കുന്നവരോട് ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്വന്തം അനുഭവത്തിന് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം, നമുക്കല്ലാതെയും ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഇത് നോക്കുക, ഞാനിത് പ്രാസത്തിന് വേണ്ടി പറയാണ്. രണ്ടെണ്ണം എ ആയല്ലോ. വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് ബട്ട് എ നെയിം? എ ഷെയ്ഡ്. ഷെയ്ഡ് മീൻസ് ഷാഡോ. ദാറ്റ് ഫോളോസ് വെൽത്ത് ആൻഡ് ഫെയിം. വെൽത്തിനെയും ഫെയിമിനെയും ഫോളോ ചെയ്യുന്ന ഒരു നിഴൽ മാത്രമാണ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ രണ്ടും എ ആയി. മൂന്നാമത്തത്, എ ലവ് ദാറ്റ് ലവ്സ് ടു സ്ലീപ്പ്. എ ചാം ദാറ്റ് ലവ്സ് ടു സ്ലീപ്പ്. ഒരു ചാമാണ്, ഒരു സുഖമാണ് നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. സമ്പത്തൊക്കെ ഉള്ളപ്പോൾ ഫ്രണ്ട്ഷിപ്പ് കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സുഖം വരും. എ ചാം ദാറ്റ് ലവ്സ്, അത് നമ്മൾ താരാട്ട് പാടി ഉറക്കും. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. എ ചാം ദാറ്റ് ലവ്സ്, ലവ് ചെയ്യുക, താരാട്ട് പാടുക. ലവ്സ് ടു സ്ലീപ്പ്, ഉറങ്ങാൻ താരാട്ട് പാടി ഉറക്കുന്ന ഒരു സുഖമാണ്. എന്താണ് ഈ വരിയുടെ ഒരു ഇടയ്ക്കുള്ള മീനിങ്? നല്ല അധ്വാനിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും താരാട്ടുപാടിൻ്റെ അക്കമ്പനിമെൻറ്റ്സ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റും. താരാട്ടും പാട്ടും ഒക്കെ കേട്ടുറങ്ങുന്നതെന്ന് വെച്ചാൽ ലക്ഷറിയുടെ ഒരു സിമ്പലാണ്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്തുപോലെ ഒരു അഡീഷണൽ ലക്ഷറിയാണ്. എ ചാം ദാറ്റ് ലവ്സ് ടു സ്ലീപ്പ്. ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, ലവ് എന്ന വേർഡിൻ്റെ ഞാൻ വീണ്ടും അക്കാഡമിക്കായിട്ട് വരികയാണ്. അത് വെറും അക്കാഡമിക്കാണല്ലോ ഈ പ്രോഗ്രാം, അതുകൊണ്ടാണ് ലവ് സ്റ്റുഡൻസ് എഴുതാൻ വേണ്ടിയാണ്. ലവ് എന്ന വാക്ക് വെർബാണ്. അതിൻ്റെ താരാട്ട് എന്ന നൗൺ വരണമെങ്കിൽ എന്ത് ചെയ്യും? ലല്ലബി. LULLABY. Getting me? Okay. So, a charm that loves to sleep. Sleep, P വന്നു. മറ്റേ name famous, sleep. But leaves the rest to weep. Leaves the rest means miserable people. ദുരിതങ്ങൾ അനുഭവിക്കുന്നവനെ, കണ്ണീര് ഒഴിക്കുന്നവനെ, പാവപ്പെട്ടവനെ ലീവ് ചെയ്യും, വിട്ടുപോവുകയാണ്. എന്തിനു വേണ്ടി? വീപ്പ്, വിമ്മിക്കരയാൻ വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ എ charm that loves to sleep and leaves the wretched to weep. ഒരു പക്ഷേ നമ്മൾ പണ്ട് കേട്ടൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. ഇത് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ റൈം ഇനിയും നിങ്ങൾ കൂടുതൽ കവിതകൾ എടുത്തേക്ക്. ചിലതിൽ A B കാണും. ഇപ്പോൾ ഇവിടെ AABB വന്നത്, മറ്റേത് AA വന്നു, ABC വരാം. അങ്ങനെ വേറെ ഇനി കോണ്ടാക്ട്സ് വരുമ്പോൾ ഞാൻ ഈ കവിതകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്ന ചില കവിതകൾ എടുത്ത് നമ്മൾ നോക്കുന്നുണ്ട്. അന്നേരം നമുക്ക് റൈം സ്കീമിനെ കൂടി പരിശോധിക്കാം. ഇത് എക്സസീവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാകും. അതുകൊണ്ട് നമ്മൾ അടുത്ത ഫിഗർ ഓഫ് സ്പീച്ചിലേക്ക് വരാൻ പോവുകയാണ്. അടുത്ത ഫിഗർ ഓഫ് സ്പീച്ച് ഇതിനോട് ഇച്ചിരി സാമ്യമുള്ളതാണ്. അതിനെ അലിറ്ററേഷൻ എന്നാണ് പറയുന്നത്. അലിറ്ററേഷൻ. അപ്പോൾ അത് ഇതുപോലെ വരികളുടെ സിമിലാരിറ്റികൾ, ഒരു വരിയിൽ തന്നെ സൗണ്ട് സിമിലർ ആകുകയാണ്. ഒരു വരിയിൽ തന്നെ ഒരേ സൗണ്ടിങ് റിപ്പീറ്റ് ചെയ്ത് വരും. ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കവിതയിൽ നമ്മൾ അതിനെ അലിറ്ററേഷൻ എന്നും, ഗദ്യത്തിൽ പ്രോസിൽ അതിനെ നമ്മൾ സിൻടാക്സ് എന്നാണ് പറയുന്നത്. SYNTAX, സിൻടാക്സ്. സിൻടാക്സ് മീൻസ് പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ്. വാക്കുകൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിനകത്തൊരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ടാവും. അത് പ്രോസ് ആയതുകൊണ്ട് ഞാൻ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഏതോ ഒരു പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം ഈ സിൻടാക്സിനെ കുറിച്ച് മലയാളത്തിൽ എഴുതിയിരുന്നു. ഒരു വെറും സിമ്പിളായിട്ടൊരു കാര്യമാണ്. എന്താ കയ്യിൽ ദീപാവലി എവിടെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക,
പടക്കം മത്താപ്പ് പൂത്തിരി. ഇന്ന് പറയുന്നതിനെക്കാട്ടി ഒരു സുഖമുണ്ടല്ലോ ഒന്ന് അടുക്കി പറഞ്ഞാൽ. പടക്കം പൂത്തിരി മത്താപ്പൂ, പാ പൂ പിന്നെ മാ. അപ്പം പടക്കം പൂത്തിരി മത്താപ്പൂ എന്ന് പറയുമ്പോൾ അവിടെ സിൻറ്റാക്സ് ആയി. ഇത് തന്നെ എല്ലായിടത്തും ഉണ്ട്. കവിതയിലാവുമ്പോൾ അത് അലിട്രേഷനാണ്. അവിടെ ഇപ്പോൾ ഞാൻ പറയാം, ഇംഗ്ലീഷിൽ നമുക്ക് പറയാം, ഞാൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുമ്പോൾ പറയാറുള്ളതാണ്, തെറ്റുമെന്ന് വിചാരിച്ചാരും പറയാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് ഞാൻ പറയാറുണ്ട്. അതിനകത്ത് അലിട്രേഷൻ ഞാൻ ഒന്ന് റെഡിയാക്കി കണ്ട ഒരു വരി, കവിത പോലൊരു വരി പറയും. Falling and falling a child learns to walk. Falling and falling a child learns. നിങ്ങൾ തെറ്റ് പറ്റിക്കോ, കുഴപ്പമില്ല. Falling and falling a child learns to walk. ചൈൽഡ് എന്ന് പറയത്തില്ല, നമ്മൾ മലയാളികൾ പറയുമ്പം ചൈൽഡ് എന്ന് പറയും, എന്നാലും അതിൻ്റെ കറക്റ്റ് നോക്കുക, എല്ലാം ലായ. Falling and falling a child learns to walk. ലാ ഒരുപാട് വന്നു. ഇത് അലിട്രേഷനൊരു എക്സാമ്പിളാണ്. അതുപോലെ ഞാൻ ഇതിനെ ഒന്നുകൂടെ വേറെ രീതിയിൽ പറയാറുണ്ട്. ഗോ റോങ് ആൻഡ് ബി റൈറ്റ്. റാ വന്നു. ഗോ റോങ് ആൻഡ് ബി റൈറ്റ്. അപ്പോൾ നമ്മൾ തെറ്റി ശരിയാവണം. ദാറ്റ് റൈറ്റ് വിൽ നെവർ ലീവ് യു. അങ്ങനെ ശരിയാവുന്ന ശരി നമുക്ക് ഒരിക്കലും നമ്മൾ വിട്ടുപോകത്തില്ല. നമ്മൾ തെറ്റ് പറ്റിയിട്ട് നമ്മൾ സാറുമാരോ ആരെങ്കിലും കറക്റ്റ് ചെയ്ത് തരിക ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും നമ്മൾ ഓർക്കുകയോ എനിക്കിനി അത് പറ്റിക്കൂടാ അല്ലേ. അപ്പം falling a child learns to walk. Go wrong and be right. അലിട്രേഷനെ കുറിച്ച് തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് എല്ലാം തീരുന്നില്ല. ഇനിയും figures of speech ഉണ്ട്. This episode is going to end here. So thank you all for listening to me so far.